ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. ഒരിക്കൽ റോബർട്ട് എന്ന പേരുള്ള ഒരു ഫിലോസഫി ടീച്ചർ തൻ്റെ സ്റ്റുഡൻസുമായിട്ട് അടുത്തുള്ള ഒരു ഫാം സന്ദർശിക്കാനായിട്ട് പോയി. അവിടെ ചെല്ലുമ്പോൾ അവർ കാണുന്ന ഒരു കാഴ്ച, ഒരു വ്യക്തി ഒരു പശുവിൻ്റെ കയറിൻ്റെ അറ്റത്ത് പിടിച്ച് വലിക്കുകയാണ്. അതിനെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ആ പശു അവിടെ നിന്ന് അല്പം പോലും അനങ്ങുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്, ഒട്ടും മൂവ് ചെയ്യുന്നില്ല. ആ വ്യക്തി അങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കുറേ സമയം അങ്ങനെ കടന്നു പോവുകയാണ്. ഈ സമയത്ത് റോബർട്ട് തൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഈ കാഴ്ച കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വാസ്തവത്തിൽ ആരെയാണ് കെട്ടിയിരിക്കുന്നത്? ആരാണ് ഇവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്? ആരാണ് ഇവിടെ മാസ്റ്റർ? ആരാണ് ഇവിടെ സെർവൻറ്റ്? പശുവിനെ ഈ വ്യക്തിയാണോ ബന്ധിച്ചിരിക്കുന്നത്, അതോ ഈ പശുവിനാൽ ഈ വ്യക്തി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണോ? ഈ ചോദ്യം കേട്ടിട്ട് തൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഇപ്രകാരം മറുപടി പറഞ്ഞു, സർ, യഥാർത്ഥത്തിൽ ഈ വ്യക്തിയാണ് മാസ്റ്റർ ആൻഡ് ഈ പശുവാണ് സെർവൻറ്റ്. മാത്രമല്ല, പശുവാണ് കെട്ടപ്പെട്ടിരിക്കുന്നത്, പശുവിനെയാണ് ബന്ധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസ്റ്റർ, ഈ വ്യക്തി പോകുന്ന എവിടെ പോയാലും ഈ പശു തീർച്ചയായിട്ടും അയാൾ പോകുന്നിടത്ത് പോകണം. ഈ മറുപടി കേട്ട് അദ്ദേഹം തൻ്റെ സ്റ്റുഡൻറ്റിനെ അഭിനന്ദിക്കുകയാണ്. അതിനുശേഷം അവർ കുറച്ചു നേരം കൂടി അവിടെ വെയിറ്റ് ചെയ്യുകയാണ്, ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ. അപ്പോൾ ഇവർ നോക്കുമ്പം ഈ പശു കയറും പൊട്ടിച്ച് ഓടുകയാണ്, ദൂരേക്ക് ഓടിപ്പോവുകയാണ്. ഈ വ്യക്തി ആ പശുവിനെ പിന്തുടരുകയാണ്, അന്വേഷിച്ച് പുറകെ ഓടുകയാണ്. ഈ സമയത്ത് റോബർട്ട് എന്ന ഫിലോസഫി ടീച്ചർ തൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇപ്പം നിങ്ങൾ പറയൂ, ആരാൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്? ആരാണ് യഥാർത്ഥത്തിൽ ഇവിടെ ബന്ധിക്കപ്പെട്ടിരുന്നത്? പശുവിന് ഈ വ്യക്തിയിൽ യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. ഇൻഫാക്റ്റ് ഇറ്റ് വാണ്ടഡ് ടു എസ്കേപ്പ്. ഈ മനുഷ്യന് പശുവിൻ്റെ പിറകെ ഓടുകയാണ്. ഈ പശുവിനെ പോലെ നമ്മുടെ മനസ്സിൽ കുറേ നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. ദേഷ്യം, ഭയം, അഹങ്കാരം, അസൂയ. ഈ നെഗറ്റീവ് തോട്ട്സ് ഒരിക്കലും നിർബന്ധപൂർവ്വം നമ്മുടെ മനസ്സിൽ വരുന്നതല്ല. നമ്മൾ അതിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്, നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും, ഈ നെഗറ്റീവ് തോട്ട്സിനെ ഞാൻ കൺട്രോൾ ചെയ്യും, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഭയം വരുമ്പം, അസൂയ വരുമ്പം, അഹങ്കാരം വരുമ്പം, പേടി വരുമ്പം, ദേഷ്യം വരുമ്പം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ വാസ്തവത്തിൽ കുറേ നാൾ അല്ലെങ്കിൽ ചില വർഷങ്ങൾ നമ്മൾ ഇത് മനസ്സിൽ സൂക്ഷിച്ച് ഇങ്ങനെ പോകുമ്പോൾ, ഇതേ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓട്ടോമാറ്റിക്കലി ഈ നെഗറ്റീവ് തോട്ട്സ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പതിയെ പതിയെ നമ്മുടെ മനസ്സ് യൂസ്ലെസ് ആൻഡ് ഹാംഫുൾ തിങ്സ് കൊണ്ട് നിറയും. ഇൻഫാക്റ്റ് നമ്മൾ പലപ്പോഴും ഈ പറയുന്ന ദേഷ്യം അല്ലെങ്കിൽ അഹങ്കാരം, അസൂയ, ഇതൊക്കെ ചില സമയത്ത് അതിലൊരു രസം കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ അത് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അത് നമ്മുടെ മനസ്സിൽ നിന്നും തീർത്തും അവിടെ നിന്ന് മാറിപ്പോകുന്നില്ല. നമ്മൾ അതിനെ അനുവദിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ സ്ഥിരമായിട്ട് ഈ നെഗറ്റീവ് തോട്ട്സ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്, വളർത്തിക്കൊണ്ടുവരികയാണ്. എന്നാൽ ഏത് നിമിഷമാണോ നമ്മൾ ഈ നെഗറ്റീവ് തോട്ട്സ് സ്റ്റോപ്പ് ചെയ്യുന്നത്, ആ നിമിഷം ഇതെല്ലാം നമ്മളിൽ നിന്നും ഓടിയകലും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും, നമുക്ക് അവകാശപ്പെട്ട നമ്മുടെ സ്വന്തമാണ് ചില വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മുടേതാണ് ചില കാര്യങ്ങൾ, നമ്മുടെ മാത്രമാണ് എന്നൊക്കെ വിചാരിക്കും. ഹോണസ്റ്റ്ലി വി ആർ നോട്ട് ദ ഓണേഴ്സ്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ വ്യക്തികളെ അല്ലെങ്കിൽ ആ വ്യക്തിയെ അല്ലെങ്കിൽ
ആ പർട്ടിക്കുലർ സാധനങ്ങളെ, ആ വസ്തുവിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ വ്യക്തി നമ്മെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ബീയിങ് ഫ്രീ ആൻഡ് പീസ്ഫുൾ ഈസ് എ ചോയ്സ്. നമ്മുടെ മനസ്സിലുള്ള എല്ലാ നെഗറ്റീവ് തോട്ട്സും കടന്നു പോകാൻ നമ്മൾ അനുവദിക്കുക. അതിനെ വളരുവാൻ, നമ്മുടെ മനസ്സിൽ വളരുവാൻ നാം അനുവദിക്കരുത്, സ്റ്റോപ്പ് ചെയ്യുക. ആ മൊമെൻറ്റിൽ നമുക്കതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനും സമാധാനവും ശാന്തതയുമുള്ള നല്ലൊരു മനസ്സിൻ്റെ ഉടമകളായി ജീവിക്കാനും സാധിക്കും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.